വിൽക്കലാമേള ആരംഭിക്കുന്നു. ശ്രീ പരമേശ്വരൻ തിരുമകനും ശ്രീ പത്മലോചനും ദർശനം തന്നിടുവാൻ ശ്രീപാദ പങ്കജത്തിൽ വന്ദനമേ. ആദ്യത്തെ ഗുരുക്കിൻ്റെ അവകാശിയായിടും ഉണ്ണിയപ്പ പ്രിയനാകും ശ്രീ ഗണേശൻ വിധിയിൽ ജയിക്കുവാൻ വരുത്തിടാതെ വേദവിനായകനെ കനിഞ്ഞിടേ. ഓം നമ ശിവായ. അഭിവന്ദ്യ ഗുരുജനങ്ങളെ, പരിപാലനവും പരിശുദ്ധവുമായ കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് പുനലൂർ RBM സംഘത്തെയും ക്ഷണിച്ച് വിൽക്കലാമേള അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന ഇതിൻ്റെ സംയുക്ത ഉത്സവാഘോഷ കമ്മിറ്റിയോട് ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടി ഇവിടെ വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നത് അയ്യപ്പ നെയ്യ് കോയമ്പത്തൂർ, അവരോടും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നല്ല ഒരു സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൽ റെക്കോർഡിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പ്രാചീന കലാരൂപമാണ്. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ സദയം ക്ഷമിച്ച് ഞങ്ങളോടൊപ്പം സഹകരിക്കും എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദം വാങ്ങിച്ചുകൊണ്ട് പുനലൂർ RBM സംഘത്തിൻ്റെ അഭിവാദനങ്ങൾ. പ്രിയമുള്ള കലാസ്നേഹികൾ, പരിപാവനമായ ഈ സന്നിധാനം, ഈ ക്ഷേത്രകല നിങ്ങളുടെ എല്ലാം അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ആരംഭിക്കുക. ഈ ക്ഷേത്രകല ആരംഭിക്കുമ്പോൾ മൺമറഞ്ഞു പോയവരുടെ തൂലിക ഓർത്തുപോവുകയാണ്. അവരെ കുറിച്ചൊന്നും വർണ്ണിക്കുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കലാകാരന്മാരെ ഒന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഈ ക്ഷേത്രകല നിങ്ങളുടെ സമക്ഷം ആരംഭിക്കുക. വള്ളത്തോൾ ചങ്ങമ്പുഴ കുമാരനാശാൻ, തിരുനയനാർ കുറിച്ച് മാധവൻ നായർ, വൈലോപ്പള്ളി ബാലാമണി അമ്മ, സുഗതകുമാരി, ONV കുറുപ്പ്, ജി ശങ്കരക്കുറുപ്പ്, ചമ്മനൻ ചാക്കോ, മേരി ജോൺ തോട്ടം, എത്രയെത്ര വിശാല വിശ്വത്തിൽ അഭിമാനം കൊള്ളുന്ന ഈ കലാകാരന്മാരെ കുറിച്ച് എത്ര രാവും പകലുമെന്ന് പറഞ്ഞാൽ തീരാത്ത രീതിയിൽ അതാണ്. എങ്കിലും ഒന്ന് രണ്ട് പേരെ അത്യാവശ്യം ശ്രീ ശങ്കരാചാര്യർ പിന്നത്തെ കഴി കേശവദേവു ജനിച്ച നാട്. ശ്രീ ശങ്കരാചാര്യർ പിന്നത്തെ കഴി കേശവദേവും പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യം നേടുവാൻ സ്വന്തം ജീവനെ പോലും ബലിയർപ്പിച്ച തലക്കുളത്ത് പേര് തമ്പി. അതാണ് കേരളത്തിന്റെ ഓമന സന്താനങ്ങളായ ആരോമൽ ചേവകർ, ഇവർക്ക് പുറമെ ഉണ്ണിയാർച്ച, അങ്ങനെയുള്ള ആർഷഭാരതം, ആരിഷ്ടവും കൊട്ടുകൂടിയൊന്നും അല്ലടേ, ആർഷഭാരതം. ആർഷഭാരതത്തിൽ ഉദിച്ചസ്തമിച്ച കേവലം ഒരു ഇമ്പാച്ചി കഥയല്ല, പിന്നെ ഡിച്ചാൻ പാട്ട്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ കുരുക്ഷേത്ര യുദ്ധാരംഭ കാലത്ത്
ശത്രുക്കളെ കണ്ട ആവേശഭരിതനായ അർജുനൻ ഓടി ഒളിച്ചു കാണും. ആ വിരാടിവീരനായ അർജുനൻ ഓടി ഒളിച്ചത്. പിന്നെന്താ? അജയനായ അർജുനൻ തന്റെ കാണ്ഡീപജാപെന്ന് പുറത്തു വെച്ച പലതാളത്തിലും മേളത്തിലും അടിച്ചു പാടി. അതാണ്. അത് ഭാരതാകമ്പയുടെ കലാകസ്തങ്ങൾ തട്ടി പ്രതിധ്വനിച്ച് ഈ വിൽപ്പാട്ടുമായി അതാണ്. പരിപാവനമായ കണ്ടിയോ മഹാദേവ ക്ഷേത്ര സന്നിധിയിലെത്തിയിരിക്കുകയാണ്. അതെ. രാത്രിയാണെങ്കിൽ കുറച്ചുകൂടി മേളം ഭംഗിയാകാമായി. ഇല്ലടിയൊക്കെ കൊള്ളാമായി. അതെ. എങ്കിലും എങ്കിലും ഭഗവാന്റെ സന്നിധാനത്തിൽ ആ. വില്ലിനെ കുറിച്ച് രണ്ടു വാക്ക്. അല്ല, പെരുമ പെരുകിയ വില്ലാണ് ഇത് അമ്പിളി കലയുടെ ചേലാണ്. പെരുമ പെരുകിയ വില്ലാണ് അമ്പിളി കലയുടെ ചേലാണ്. പെരുമ പെരുകിയ തിളങ്ങുന്ന തങ്കക്കതിയിലുള്ള വില്ലാണ്. ഇടിമിന്നൽ പോലുള്ള വെട്ടിത്തിളങ്ങുന്ന തങ്കക്കതിയിലൊരു വില്ലാണ്. രാവണനെ നിഗ്രഹിച്ച ശ്രീരാമന്റെ മഹിമ വളർന്നൊരു വില്ലാണ്. രാവണനെ നിഗ്രഹിച്ച ശ്രീരാമന്റെ മഹിമ വളർന്നൊരു വില്ലാണ്. പെരുമ പെരുകിയ വില്ലാണ് ഇത് അമ്പിളി കലയുടെ ചേലാണ്. പെരുമ പെരുകിയ വില്ലാണ് അമ്പിളി കലയുടെ ചേലാണ്. നമ്മുടെ വില്ല്, ഈ വില്ല്. ആവള പരിപാവനമായ ഈ സന്നിധാനത്തിൽ എല്ലാവർക്കും അറിവുള്ള ആദിസത്ത 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അവതരിപ്പിച്ചു ഭഗവാന്റെ കഥയായിരുന്നു ദക്ഷിണ. ഇന്ന് പരിശുദ്ധമായ പരിപാവനമായ സന്നിധാനത്തിൽ ഒരു ദേവിയുടെ കഥ അത് വേണമല്ലോ. നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് ഒരു വലിയ നിഘണ്ടുവാണ്.
ഏഴിലായും പകലും പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള കഥയാണ്. അത് പൊടിപ്പും തൊങ്ങലുമെല്ലാം ചേർത്ത് 1.5 മണിക്കൂർ കൊണ്ട് ചുരുക്കി പറയുക. കമ്മിറ്റിക്കാരും അവിടെ എവിടെയാ ആ വെള്ളത്തിൽ അല്പം എണ്ണ ഒഴിച്ചൊന്ന് തെളിക്കാൻ സമയമാകും. സന്ധ്യാസമയമെടുക്കുകയോ ദൈവാരാധനയ്ക്കുള്ള സമയം സമാഗമമാകും. പവിത്രമായി ഗോകുലം തുറക്കാൻ ഏതാനും നിമിഷങ്ങൾ കൈകൾ തുറന്നവർ പങ്കി ഭാഗ്യമില്ലാത്തവർ എത്രയോ ദുഃഖമായി ആളുകൾ ദേവി സന്നിധിയിൽ വന്ന് തൊഴിലുകളോട് നിൽക്കും. അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ പരിസരവാസികളെല്ലാം അമ്മയെ കാണാനും അമ്മയെ കണ്ടു തൊഴാനും അമ്മയുടെ ചന്ദനം ചേർത്ത് കാണാനും ആ ദേവി വിഗ്രഹം കണ്ട് ആത്മനിർവൃതി അടയാൻ ലക്ഷോപലക്ഷം ജനങ്ങൾ വന്നു നിൽക്കുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്നു കണ്ണകി. തമിഴിൽ മഹാകാവ്യങ്ങൾ 5 വളയാവതി, കുണ്ടലകേശി, ജീവകചിന്താമണി, ചിലപ്പതികാരം, മണിമേഖ. ചിലപ്പതികാരം ചിലമ്പിന്റെ കഥമണി. കുക്കാർഖണ്ഡത്തിൽ വനായ്ക്കനും മോശത്തുവാനും 2 അവരുടെ മക്കളാണ് കണ്ണകിയും കോവലും. വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ വിവാഹമൊക്കെ അവർ സന്തോഷത്തോടെ കഴിയുന്ന ആ കാലഘട്ടം. ഒരു ദിവസം കണ്ണകിയും കോവലും ഒരു മഹാശിവക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി അവരതാ പോവുകയാണ്. കാവേരി ഉത്ഭവിക്കുന്ന സ്ഥലത്തേക്ക് അവർ 2 പേരും യാത്രയാവും. ആ മഹാശിവക്ഷേത്രം കണ്ടു. അന്ന് ആ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പഴയ 1-2 കലയുടെ 2-3 വരി നമുക്ക് ആ ക്ഷേത്രത്തിൽ പഴയ ക്ഷേത്രകല നടക്കുകയാണ്. തിരുവാതിര, കമ്പടി കളി. ഇപ്പൊ കമ്പടി കളി എന്ന് പറയുന്നില്ല, പുൽക്കളി. ഇപ്പോഴത്തെ പഴയ കാലത്തെ തിരുവാതിര ഇപ്പൊ കൈകൊട്ടിക്കളിയായി മാറിയിരിക്കുന്നു, കലാമേളയായി മാറിയിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഒന്നിനും അങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ അതാ അവിടെ ഒരു ശീതകളി എന്ന് പറയുന്ന ഒരു കലാനുഭവം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ അത്
പാട്ടിൽ കൂടാണ് ആ പരിപാടികൾ നടത്തുന്നത്. താനിന്നേ താനിന്നാലേ താനിന്നേ താനിന്നാലേ താനിന്നേ താനിന്നാലേ താനിന്നേ അത് മനസ്സിലായില്ലേ? ശ്രീരാമന്റെ ലക്ഷ്മണന്റെ കാര്യം മനസ്സിലായി. അത് സീതവല്ലിയുടെ കാര്യം പറയുന്നത്. സീതയെ അന്വേഷിക്കാതെ ഇങ്ങനെ ലക്ഷ്മണന്മാർ കാട്ടിൽ കൂടെ പോകുമ്പോ ഹനുമാൻ അവരുടെ കൂട്ടരുമായിട്ട് വന്ന് അവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. സീതയെ കണ്ടുപിടിക്കാൻ. അതാണ് ഈ ശ്രീരാമനും ലക്ഷ്മണനും കൂടെ കണ്ടു കിടക്കുമ്പോഴെന്ന് പറയുന്നത്. കൊരങ്ങന്മാരെന്ന് പറഞ്ഞാലേ കൊരങ്ങന്മാർക്ക് അന്നത്തെ ഈ സംസ്കാരമൊക്കെ ഇല്ലാത്ത കാലമാണല്ലോ. അടിയനും കണ്ടനും കോരനും കോട്ടയെക്കാട്ടിൽ വിറച്ചു പോയി എന്നൊക്കെ കേട്ടിട്ടില്ല. അതുപോലുള്ള ആ കാലം അതുപോലെ തന്നെ മറ്റൊന്ന് കേട്ടോ. ജടായിയൊരു പച്ചിപ്പാടന്തേ അപ്പച്ചേടെ കച്ചോ ജടായിയൊരു പച്ചിപ്പാടന്തേ അപ്പച്ചേടെ കച്ചോ കെട്ടി അറ്റപ്പച്ചയുടെ കച്ചപ്പെട്ടി നല്ലോട് പറഞ്ഞു. സീത ഇങ്ങനെ രാവണൻ കെട്ടോണ്ട് പോയപ്പോഴ് ജടായി എന്ന പക്ഷി തടുത്തു. രാവണൻ തന്റെ വാടെടുത്ത് ആ ചിറക് വെട്ടിയിട്ടു. സീത കയറി വരുമ്പോ ഇങ്ങനെ വരും. മറ്റൊരിടത്തൊരു കോൽക്കളി. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അറിയാൻ വയ്യാത്തത്. ഭഗവാൻ വേണ്ട വഴിപാടുകളെല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുമ്പോ അതാ കുറെ പാണ്ഡകത്തുകളും നോക്കി കുറെ ആളുകൾ വരുന്നുണ്ട്. അവരുടെ വേഷം കണ്ടാൽ അറിയാൻ പഴയ ആളുകളാണ്. അവരുടെയൊക്കെ തോളിൽ കിടക്കുന്ന സംഗീതോപകരണങ്ങളാണ്. അവരുടെ എല്ലാം തോളിൽ കിടക്കുന്ന സംഗീതോപകരണങ്ങൾ ഹാർമോണിയം, മൃദംഗം, ചെണ്ട, ഈ ഉപകരണങ്ങൾക്ക് തോളിലിട്ടുകൊണ്ട് വരുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഇതുപോലെ വാഹനങ്ങളൊന്നുമില്ല. ആ മുന്നിൽ വരുന്ന ആളാരാണെന്നത് ശകുന്ത കുന്തള രത്നപ്രഭാവം. പഴയ പേരാണ്. തൊട്ടുപിറകിൽ സന്താന സന്തോഷ സംഗീത രൂപണി. ഇതെല്ലാം പഴയ ആളുകളുടെ പേര്. പഴയ ആളുകൾ പുറകിൽ വരുന്ന കിട്ടലിയപ്പൻ വരുന്നു, കുട്ടപ്പള്ളിക്കരി വരുന്നു, കുട്ടി വരക്കാര, രാഗപ്പാതകര, മുസപാതകര, ശങ്കുപ്പള്ളിക്കരി, ശങ്കട്ടി, മാധവൻ, കേശവൻ, ഈശ്വരൻ, പച്ചാളി, മാധവൻ, പിന്നെ വെളുത്ത കുഞ്ഞാന, മാനന്ദ, അത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞി ഇട്ടാക്കി. ഇതൊക്കെ പഴയ കാലത്തെ പേര്. അവരെല്ലാം വഴി ചോദിക്കുന്നു. അല്ല എവിടെ പോവാ? നടക്കുന്ന ഉത്സവം നടക്കുന്ന സ്ഥലം എവിടെയാണ്? എടാ അറിയാ, മഹാരാജാവിന്റെ കൊട്ടാരത്തിന്റെ കാര്യം പറയുന്നത്. ദിവസവും നടക്കുന്നില്ലേ? ആ കൊട്ടാരം അന്വേഷിച്ച് വരുന്ന കലാകാരന്മാർ ആണ്ടിൽ നടക്കുന്ന ഒരു ഉത്സവത്തിന് കിട്ടുന്ന ആ പൈസ കൊണ്ട് അടുത്ത വർഷം വരെ, അടുത്ത വർഷത്തെ ഉത്സവം വരെ കലാകാരന്മാരും കലാകാരികളും കഴിയുന്ന ആ കാലഘട്ടമാണ്. ആ മഹാരാജാവിന്റെ ആ രാജസദസ്സിൽ നടക്കുന്ന കലാവിനങ്ങൾ പങ്കെടുക്കാൻ വരുന്ന കലാകാരന്മാരാണ് ആ വരുന്നത്. അവരുടെ വഴി പറഞ്ഞു കൊടുത്തു. സൗന്ദര്യവതിയായ കണ്ണകിയെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്ന വിദിതമാണ്. കണ്ടാൽ അഴകുള്ള പെണ്ണ്, കണ്ടാൽ അഴകുള്ള
സൗന്ദര്യമതിയായ കണ്ണകിയെ കുറിച്ചാണ് പറയുന്നത്. സൗന്ദര്യമതിയായ കണ്ണകി അങ്ങനെ വന്നു, കടന്നുപോയി. കലാകാരന്മാരെല്ലാം മഹാരാജാവിന്റെ കൊട്ടാരം ഉന്നയിച്ചു പോകും. മഹാരാജാവ് വരുന്ന മുഴുവൻ മുഴങ്ങുന്നു. മഹാരാജാവിന്റെ വരവറിയിക്കുകയാണ്. ഒരു ഫലം വിളിച്ചു പറയുന്നു, പ്രിയമുള്ളവരെ, രാജരാജ രാജക്ഷത്രിയ കുലചൂടാമണി ആര്യവംശ കുലദീപം ചക്രവർത്തി കരികാല മന്നൻ അതായി എഴുന്നള്ളുന്നു. എല്ലാവരും എഴുന്നേറ്റു വണങ്ങി. മഹാരാജാവ് പറയുന്നു, ശാന്തം ശാന്തം ശാന്തം. എല്ലാവരും അതാത് ഇരിപ്പിടങ്ങൾ നിമിഷങ്ങൾ കഴിഞ്ഞു. പടയാളി വിളിച്ചു പറയുകയാണ്, പ്രിയമുള്ളവരെ, ഇന്ന് ഈ സദസ്സിൽ മഹാരാജാവിന്റെ മുന്നിൽ എന്ത് കലയാണോ അവതരിപ്പിക്കുന്നത് അവർ രംഗത്തേക്ക് അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്ന കലാകാരന്മാർ ആരാണെങ്കിലും അവർ വരാം. അതാ കാടും കടലും എല്ലാം വെച്ചുകെട്ടി കുറെ പേര് വരുന്നുണ്ട്. ആണും എല്ലാം ചേർന്ന് പിരിപ്പിക്കുന്നു. മഹാരാജാവിനെ ഉണർന്നു തൊട്ടുതൊഴുതു അവരുടെ കലയെ അവതരിപ്പിക്കുക. കയ്യെന്നും തെയ്യെന്നും തെയ്യെന്നും താരോ അടുത്തത് ആരാണ് ഈ രംഗത്ത് അവതരിപ്പിക്കാൻ വരുന്നത്? കലാകാരായാലും കലാകാരികളാണെങ്കിലും. അതാണ്ട് ഒരു കൊച്ചുകുട്ടി ഓടി വരുന്നുണ്ടോ? ഒരു 10 വയസ്സ് കാണും അല്ലേ? രാജാവിനെ വണങ്ങി ചിരിച്ചു തൊട്ടു തൊഴുതു. ആ നൃത്തം പഠിച്ചതാണോ മോള്? പഠിച്ചതാണ്. നടക്കട്ടെ, വേറെ ഒന്നും ആലോചിക്കണ്ട, നടക്കട്ടെ അല്ലേ? അളകാപുരിയിലെ പൂവുണ്ട്, അളകാപുരിയിലെ പൂവുണ്ട്, അളകാപുരിയിലെ പൂവുണ്ട്, അല്ല മധുരാപുരിയിലെ പൂവുണ്ട്. പൂവുണ്ട്, മല്ലികപ്പൂവുണ്ട്, മല്ലികൾ തോടുന്ന പൂവുണ്ട്. അളകാപുരിയിലെ പൂവുണ്ട്, അല്ല മധുരാപുരിയിലെ പൂവുണ്ട്. മോളെ എന്തേ പിടിച്ചില്ലേ? കുഴപ്പമില്ലല്ലേ? 10 വയസ്സുള്ള കുട്ടിയുടെ കളിയുണ്ടു.
ഒരു പടം പറയുകയാണ് പ്രിയമുള്ളവരെ. ഇന്ന് മഹാരാജാവിന്റെ സന്നദ്ധിയിൽ ശാസ്ത്രീയമായി പഠിച്ചവർ അല്ലാതെ വേണം കേട്ടോ. ശാസ്ത്രീയമായി പഠിച്ചവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് നൃത്തം ചെയ്യാം. നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും വരാം. അതാ വരുന്നു. ആര്? ഒരു സ്ത്രീ കയറി വരുന്നുണ്ട്. എത്ര വയസ്സ് തോന്നിക്കും ചേട്ടാ? വരുന്നുണ്ട് വരുന്നുണ്ട്. വരട്ടെ വരട്ടെ ഇങ്ങോട്ട് വരട്ടെ. വരട്ടെ. എത്ര വയസ്സ് തോന്നും? ഒരു 35 വയസ്സ് തോന്നിക്കും. അതേ ഉള്ളൂ. വേഷമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. വേഷം കിട്ടിയിട്ടില്ല. എന്താ പേര്? എന്റെ പേര് സുധാമാദേവി. 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 കൊള്ളാം അല്ലേ? നൃത്തമെല്ലാം പഠിച്ചതാണോ? അയ്യോ മഹാരാജൻ, ഞാനല്ല, എനിക്കൊരു മകളുണ്ട്. മകളുണ്ട്. അതെ അതെ. ഓ, മകളാണോ നൃത്തം? അതെ. എവിടെ? അണിയറയിൽ ഒരുങ്ങി നിൽക്കുന്നു. അതെ അതെ. വരാൻ പറയും. അതാ വരുന്നു. ദേവലോകത്ത് നൃത്തം ചവിട്ടുന്ന ദേവകന്യകളിലും ആരെങ്കിലും ആയിരിക്കുമോ? അത്ര സൗന്ദര്യം അല്ലേ? ഉർവശിയാണോ മേനകയാണോ? ഇത് ഉർവശി മേനകയൊന്നും അല്ല. രംഭയാണോ? ഇത് അവരൊന്നും അല്ല. തിലോത്തമയാണോ? സമ്മതിക്കല. അവരാരുമല്ല. അല്ല. അതാ വരുന്നു തഴച്ചു നിൽക്കുന്ന ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ എളിയിൽ ചേർത്ത ഗുണവുമായി മന്നം മന്നം നടന്നു വരുന്ന പെണ്ണിനെ പോലെ, സ്വപ്നം പോലെ, പുഷ്പം പോലെ. എനിക്ക് കഴിയത്തില്ല. ഹേമന്ത ചന്ദ്രിക വിളിക്കുന്ന മൃദുകാസവുമായി ആ സൗന്ദര്യവതിയായ പെൺകുട്ടി മഹാരാജാവിനെ വണങ്ങി. എത്ര മനോഹരം ആ സൗന്ദര്യം. കൊള്ളാം അല്ലേ? ഒന്ന് പറയാം. ചന്ദ്രനെ കരുമുഖാകൃതാങ്കി മെല്ലെ മെല്ലെ നടന്ന് ഉദ്യാനം പോകുമ്പോൾ ചന്ദ്രനെ വെല്ലുന്നതാ ചാരുമുഖാകൃതാങ്കി മെല്ലെ മെല്ലെ നടന്ന് ഉദ്യാന പോകിയ സന്ധ്യപ്രഭയേറ്റവൾ പട്ടുടയാട ഭംഗി തെറ്റേറി വരുന്നല്ലോ മെല്ലെ നടന്നവൾ. സന്ധ്യപ്രഭയേറ്റവൾ പട്ടുടയാട ഭംഗി തെറ്റേറി വരുന്നല്ലോ മെല്ലെ നടന്ന അവൾ. അബ്ദിയിൽ മാരുതന്റെ മാരുതന്റെ ആന്തോളനത്താലവൾ കുറുനിരപ്പാകിരുന്നു. തെറ്റുമ്പിൽ മന്ദഹാസം കൂടാനവൾ എന്തൊരന്ത ഭാവം അവളെ ഭരിക്കുന്നു. അവളെ ഭരിക്കുന്നു. രാജാവേ വണങ്ങി നൃത്തം ആരംഭിക്കാം. സംഗീതമാണോ? സംഗീതം പഠിച്ചിട്ടുണ്ടോ? അയ്യോ മഹാരാജൻ, സംഗീതം പഠിച്ചതാണ്. ശരിയാണ്. സംഗീതത്തിൽ പാടി, വരാടി, പന്തുവരാളി, ആനന്ദ ഭൈരവി എന്ന് വേണ്ട എല്ലാ രാഗങ്ങളും പഠിച്ചു. അതെ അതെ. അല്ല, പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് മാധവി. 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 മാധവി നല്ല പേര്. പഴയ കാലത്തെ സുന്ദരിയായ മാധവി എന്ന നർത്തകി. നൃത്തമെല്ലാം പഠിച്ചതാണ്. പഠിച്ചതാ അല്ലേ? 9 കൂത്തുകൾ പഠിച്ചു. നൃത്തത്തിൽ കുടംകൂത്ത് മുതലായ കൂത്തുകളെല്ലാം പഠിച്ചു. ഇപ്പോൾ ഇന്നിവിടെ എന്താണ് നടത്തുന്നത്? ഇവിടെ ഒരു നൃത്ത പരിപാടിയാണ് ഞാൻ അവതരിപ്പിക്കുന്ന മഹാരാജൻ. പകമേളക്കാരെല്ലാം വന്നിട്ടുണ്ടല്ലോ. അതെ അതെ. ഇന്നത്തെ കൂട്ട് കാസിട്ടിട്ട് ഡാൻസ് അല്ല. അന്ന് പക്കമേളക്കാർ വന്നു നിരന്നു പക്കം ചൊല്ലിക്കൊടുക്കുന്നു. തും തക്കട കിടന്ന് കത്തരിക്കട സത്തി താ. ഓം നമ ശിവായ. അഭിവന്ദ്യ ഗുരുജനങ്ങളെ, പരിപാലനവും പരിശുദ്ധവുമായ കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് പുനലൂർ RBM സംഘത്തെയും ക്ഷണിച്ച് വിൽക്കലാമേള അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന ഇതിൻ്റെ സംയുക്ത ഉത്സവാഘോഷ കമ്മിറ്റിയോട് ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ
ഈ പരിപാടി ഇവിടെ വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നത് അയ്യപ്പ നെയ്യ് കോയമ്പത്തൂർ. അവരോടും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നല്ല ഒരു സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൽ റെക്കോർഡിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പ്രാചീന കലാരൂപമാണ്. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ സദയം ക്ഷമിച്ച് ഞങ്ങളോടൊപ്പം സഹകരിക്കും എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദം വാങ്ങിച്ചുകൊണ്ട് പുനലൂർ RBM സംഘത്തിന്റെ അഭിവാദനങ്ങൾ. പ്രിയമുള്ള കലാസ്നേഹികൾ, പരിപാവനമായ ഈ സന്നിധാനം, ഈ ക്ഷേത്രകല നിങ്ങളുടെ എല്ലാം അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ആരംഭിക്കുക. ഈ ക്ഷേത്രകല ആരംഭിക്കുമ്പോൾ മൺമറഞ്ഞു പോയവരുടെ തൂലിക ഓർത്തുപോവുകയാണ്. അതെ അതെ അതെ, അവരെ കുറിച്ചൊന്നും വർണ്ണിക്കുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കലാകാരന്മാരെ ഒന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഈ ക്ഷേത്രകല നിങ്ങളുടെ സമക്ഷം ആരംഭിക്കുക. അത്യാവശ്യം വള്ളത്തോൾ ചങ്ങമ്പുഴ കുമാരനാശാൻ തിരുനയനാർ കുറിച്ച് മാധവൻ നായർ വൈലോപ്പള്ളി ബാലാമണി അമ്മ സുഗതകുമാരി ONV കുറുപ്പ് ജി ശങ്കരക്കുറുപ്പ് ചെമ്മനം ചാക്കോ മേരി ജോൺ തോട്ടം എത്രയെത്ര വിശാല വിശ്വത്തിൽ അഭിമാനം കൊള്ളുന്ന ഈ കലാകാരന്മാരെ കുറിച്ച് എത്ര രാവും പകലും എന്ന് പറഞ്ഞാൽ തീരാത്ത രീതിയിൽ അതാണ്. എങ്കിലും ഒന്ന് രണ്ട് പേരെ ഒന്ന് അത്യാവശ്യം ശ്രീ ശങ്കരാചാര്യർ പിന്നത്തെ കഴി കേശവദേവു ജനിച്ച നാട്. ശ്രീ ശങ്കരാചാര്യർ പിന്നത്തെ കഴി കേശവദേവും പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യം നേടുവാൻ സ്വന്തം ജീവനെ പോലും ബലിയർപ്പിച്ച തലക്കുളത്തുകര് തമ്പി. അതാണ് കേരളത്തിന്റെ ഓമന സന്താനങ്ങളായ ആരോമൽ ചേവകർ, ഇവർക്ക് പുറമെ ഉണ്ണിയാർച്ച, അങ്ങനെയുള്ള ഹർഷഭാരതം, ആരിഷ്ടവും കൊട്ടുകൂടിയൊന്നും അല്ലടേ, ആർഷഭാരതം. ഹർഷഭാരതത്തിൽ ഉദിച്ചസ്തമിച്ച കേവലം ഒരു ഇമ്പാച്ചി കഥയല്ല, പിന്നെ ഡിച്ചാൻ പാട്ട്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര യുദ്ധാരംഭകാലത്ത് ശത്രുക്കളെ കണ്ട ആവേശഭരിതനായ അർജുനൻ ഓടി ഒളിച്ചാണ്. അർജുൻ ഓടി ഒളിച്ചത്. പിന്നെന്താ? അജയനായ അർജുനൻ തന്റെ കാണ്ടി പജാബെന്ന് പുറത്തു വെച്ച പലതാളത്തിലും മേളത്തിലും അടിച്ചു പാടി. അത് ഭാരതഹമ്പയുടെ കലാവസ്ഥകളിൽ തട്ടി പ്രതിധ്വനിച്ച് ഈ വിൽപ്പാട്ടുമായി പരിപാവനമായി കണ്ടിയോ മഹാദേവ ക്ഷേത്ര സന്നിധിയിലെത്തിയിരിക്കുകയാണ്. അതെ, രാത്രിയാണെങ്കിൽ കുറച്ചുകൂടി മേളടിയൊക്കെ കൊള്ളാമായി. എങ്കിലും ഭഗവാന്റെ സന്നിധാനത്തിൽ ബില്ലിനെ കുറിച്ച് രണ്ടു വാക്ക്. പെരുമ പെരുകിയ ബില്ലാണ് ഇത്, അമ്പിളി കലയുടെ ചേലാണ്. പെരുമ പെരുകിയ ബില്ലാണ് അമ്പിളി കലയുടെ ചേലാണ്. പെരുമ പെരുകിയ ഇടിവിനെ പോലുള്ള വെട്ടിത്തിളങ്ങുന്ന തങ്കക്കനീരൊരു വില്ലാണ്. രാവണനെ നിഗ്രഹിച്ച ശ്രീരാമന്റെ മഹിമ വളർന്നൊരു വില്ലാണ്. രാവണനെ നിഗ്രഹിച്ച ശ്രീരാമന്റെ മഹിമ വളർന്നൊരു വില്ലാണ്. പെരുമ പെരുകിയ വില്ലാണ് ഇത്, അമ്പിളി കലയുടെ ചേലാണ്. പെരുമ പെരുകിയ വില്ലാണ്.
വില്ലന്റെ ഒരു ചെറിയ പ്ലെയിനും കൊണ്ടുണ്ട്. ഇതുപോലെ 2 പ്ലെയിനും. കൃത്യം 6:30 ദീപാരാധനയാണ്. ആ സമയത്ത് 12ന്റെ ഒരു പ്ലേയോടുകൂടി പരിപാടി സമാപിക്കും. ശരി. പരിപാവനമായ ഈ സന്നിധാനത്തിൽ എല്ലാവർക്കും അറിവുള്ള ഒരു സഭ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അവതരിപ്പിച്ചു. ഭഗവാന്റെ കഥയായിരുന്നു ദക്ഷിയാണ്. ഇന്ന് പരിശുദ്ധമായ പരിപാവനമായ സന്നിധാനത്തിൽ ഒരു ദേവിയുടെ കഥ അത് വേണമല്ലോ. നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് ഒരു വലിയ നിഘണ്ടുവാണ്. 7 പകലും പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള കഥയാണ്. പൊടിപ്പും തൊങ്ങലുമെല്ലാം ചേർത്ത് 1.5 മണിക്കൂർ കൊണ്ട് ചുരുക്കി പറയുക. കമ്മിറ്റിക്കാരും അവിടെ എവിടെയാ? ആ വെള്ളത്തിലൊക്കെ എണ്ണയൊഴിച്ചൊന്ന് തെളിക്കാൻ സമയമാകും. സന്ധ്യാസമയമെടുക്കുകയാണ്. ദൈവാരാധനയ്ക്കുള്ള സമയം സമാഗമമാകും. തർശിപ്പമന്തുരമായി ഗോകുലം തുറക്കാൻ ഏതാനും നിമിഷങ്ങൾ കൈകാൽ തുറന്നവർ, സന്തതി ഭാഗ്യമില്ലാത്തവർ എത്രയോ ദുഃഖമായി കഴിയുന്ന ആളുകൾ ദേവി സന്നിധിയിൽ വന്ന് തൊഴിലുകളോട് നിൽക്കും. അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ പരിസരവാസികളെല്ലാം അമ്മയെ കാണാനും അമ്മയെ കണ്ടു തൊഴാനും അമ്മയുടെ ചന്ദനം ചാർത്ത് കാണാനും ആ ദേവി വിഗ്രഹം കണ്ട് ആത്മനിർവൃതി അടയാൻ ലക്ഷോപലക്ഷം ജനങ്ങൾ വന്നു നിൽക്കുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്നു കണ്ണകി. തമിഴിൽ മഹാകാവ്യങ്ങൾ 5 വളയാവതി, കുണ്ടലകേശി, ജീവകചിന്താമണി, ചിലപ്പതികാരം, മണിമേഖല. ചിലപ്പതികാരം ചിലമ്പിന്റെ കഥ പറയും. കുക്കാർഖണ്ഡത്തിൽ വനായ്ക്കനും മോശത്തുവാനും 2 അവരുടെ മക്കളാണ് കണ്ണകിയും കോവലും. വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ വിവാഹമൊക്കെ അവർ സന്തോഷത്തോടെ കഴിയുന്ന ആ കാലഘട്ടം. ഒരു ദിവസം കണ്ണകിയും കോവലും ഒരു മഹാശിവക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി അവരതാ പോവുകയാണ്. കാവേരി ഉത്ഭവിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് അവർ 2 പേരും യാത്രയാവും. ആ മഹാശിവക്ഷേത്രം കണ്ടു. അന്ന് ആ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പഴയ 1-2 കലയുടെ 2-3 വരി നമുക്കൊന്ന് അവതരിപ്പിക്കും. ആ ക്ഷേത്രത്തിൽ പഴയ ക്ഷേത്രകല നടക്കുകയാണ്. തിരുവാതിര, കമ്പടി കളി. ഇപ്പൊ കമ്പടി കളി എന്ന് പറയത്തില്ല, കോൽക്കളി. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പഴയകാലത്തെ തിരുവാതിര ഇപ്പൊ കൈകൊട്ടിക്കളിയായി മാറിയിരിക്കുന്നു, കലാമേളയായി മാറിയിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഒന്നിനും അങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ അതാ അവിടെ
കലാനുഭവം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ അറിയോ? അറിയാം. അത് പാട്ടിൽ കൂടാണ് ആ പരിപാടികൾ നടക്കുന്നത്. താനിന്നേ താനിന്നലെ താനിന്നേ താനിന്നലെ താനിന്നേ താനിന്നലെ താനിന്നേ ഇടമും വെച്ചനലും കൂടെ ചന്ദ്രനും ഇടമൊരു വെച്ചനലും കൂടെ അത് മനസ്സിലായില്ലേ? ശ്രീരാമന്റെ ലക്ഷ്മണന്റെ കാര്യം മനസ്സിലായി. അത് സീതവല്ലിയുടെ കാര്യം പറയുന്നത്. സീതയെ അന്വേഷിക്കാൻ ഇങ്ങനെ ലക്ഷ്മണന്മാർ കാട്ടിൽ കൂടെ പോകുമ്പോ ഹനുമാൻ അവരുടെ കൂട്ടരുമായിട്ട് വന്ന് അവരെ സഹായിക്കാൻ വേണ്ടി വന്ന സീതയെ കണ്ടുപിടിക്കാൻ. അതാണ് ഈ ശ്രീരാമനും ലക്ഷ്മണനും കൂടെ കണ്ട് കിടക്കപ്പാരെന്ന് പറയുന്നത്. കൊരങ്ങന്മാരെന്ന് പറഞ്ഞാലേ കൊരങ്ങന്മാർക്ക് അന്നത്തെ ഈ സംസ്കാരം ഒക്കെ ഇല്ലാത്ത കാലമാണല്ലോ. മറ്റേ അടിയനും കണ്ടനും കോരനും കോട്ടയെക്കാട്ടിൽ ഇറച്ചു പോയി എന്നൊക്കെ കേട്ടിട്ടില്ല. അതുപോലുള്ള ആ കാലം. അതുപോലെ തന്നെ മറ്റൊന്ന് കേട്ടോ, ജടായുയെന്നൊരു പച്ചിപ്പറന്തേ അപ്പച്ചേടെ കച്ചവും ജടായുയെന്നൊരു പച്ചിപ്പറന്തേ അപ്പച്ചേടെ കച്ചവും കെട്ടി അറ്റപ്പച്ചയുടെ കച്ചപ്പെട്ടി നല്ലോട് പറഞ്ഞു. സീത ഇങ്ങനെ രാവണൻ കെട്ടോണ്ട് പോയപ്പോഴ് ജടായു എന്ന പക്ഷി തടുത്തു. രാവണൻ തന്റെ വാടെടുത്ത് ആ ചിറക് വെട്ടിയിട്ടു. വരുമ്പോ ഇങ്ങനെ വരും. അതോ മറ്റൊരിടത്തൊരു കോൽക്കൈ. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അറിയാൻ വയ്യാത്തത്. ഭഗവാന് വേണ്ട വഴിപാടുകളെല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുമ്പോ അതാ കുറെ പാണ്ഡകത്തുകളും തൂക്കി കുറെ ആളുകൾ വരുന്നു. അവരുടെ വേഷം കണ്ടാൽ അറിയാൻ പഴയ ആളുകളാണ്. അവരുടെയൊക്കെ തോളിൽ കിടക്കുന്ന സംഗീത ഉപകരണങ്ങളാണ്. അവരുടെ എല്ലാം തോളിൽ കിടക്കുന്ന സംഗീത ഉപകരണങ്ങൾ ഹാർമോണിയം, മൃദംഗം, ചെണ്ട, സംഗീത ഈ ഉപകരണങ്ങളൊക്കെ തോളിലിട്ടുകൊണ്ട് വരുന്ന ഒരു രംഗമാണ് ആ കാണുന്നത്. ഇതുപോലെ വാഹനങ്ങളൊന്നുമില്ല. ആ മുന്നിൽ വരുന്ന ആളാരാണെന്നത് ശകുന്ത കുന്തള രത്നപ്രഭാവം. പഴയ പേരാണ്. തൊട്ടുപുഴകിൽ സന്താന സന്തോഷ സംഗീത രൂപണി. ഇതെല്ലാം പഴയ ആളുകളുടെ പേര്. പഴയ ആളുകൾ പുറകിൽ വരുന്നു. കുട്ടരിയപ്പൻ വരുന്നു, കുട്ടപ്പണിക്കരി വരുന്നു, കുട്ടി വരക്കാര, രാഗപ്പാതകാര, മുസപാതകള, ശങ്കുപ്പണിക്കരി, ശങ്കട്ടി, മാധവൻ, കേശവൻ, ഈശ്വരൻ, ബച്ചാളി, മാധവൻ, പിന്നെ വെളുത്ത കുഞ്ഞാന, മാനന്ദ, അത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞി ഇട്ടാക്കി. ഇതൊക്കെ പഴയ കാലത്തെ പേര്. അവരെല്ലാം വഴി ചോദിക്കുന്നു. അല്ല, എവിടെ പോവാൻ? നടക്കുന്ന ഉത്സവം നടക്കുന്ന സ്ഥലം എവിടെയാണ്? എടാ അറിയാ, മഹാരാജാവിന്റെ കൊട്ടാരത്തിന്റെ കാര്യമാ പറയുന്നേ. രഥോത്സവം നടക്കുന്നില്ലേ? ആ കൊട്ടാരം അന്വേഷിച്ച് വരുന്ന കലാകാരന്മാർ ആണ്ടിൽ നടക്കുന്ന ഒരു ഉത്സവത്തിന് കിട്ടുന്ന ആ പൈസ കൊണ്ട് അടുത്ത വർഷം വരെ, അടുത്ത വർഷത്തെ ഉത്സവം വരെ കലാകാരന്മാരും കലാകാരികളും കഴിയുന്ന ആ കാലഘട്ടമാണ്. ആ മഹാരാജാവിന്റെ ആ രാജസദസ്സിൽ നടക്കുന്ന കലാവിനങ്ങൾ പങ്കെടുക്കാൻ വരുന്ന കലാകാരന്മാരാണ് ആ വരുന്നത്. അവരുടെ വഴി പറഞ്ഞു കൊടുത്തു. സൗന്ദര്യവതിയായ കണ്ണകിയെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്ന ഉചിതമല്ല. കണ്ടാൽ അഴകുള്ള പെണ്ണ്, കണ്ടാൽ അഴകുള്ള പെണ്ണ്, സുന്ദരി താമര വീട്
കണ്ണകിയെ കുറിച്ചാണ് പറയുന്നത്. സൗന്ദര്യവതിയായ കണ്ണകി അങ്ങനെ വന്നു, കടന്നുപോയി. കലാകാരന്മാരെല്ലാം മഹാരാജാവിന്റെ കൊട്ടാരം വന്നിരിച്ചു പോകും. മഹാരാജാവ് വരുന്ന മുഴുവൻ മുഴങ്ങുന്നു. മഹാരാജാവിന്റെ വരവറിയിക്കുകയാണ്. ഒരു ഫലം വിളിച്ചു പറയുന്നു, പ്രിയമുള്ളവരെ, രാജരാജ രാജക്ഷത്രിയ കുലചൂടാമണി ആര്യവംശ കുലദീപം ചക്രവർത്തി കരികാല മന്നൻ അതായി എഴുന്നള്ളുന്നു. എല്ലാവരും എഴുന്നേറ്റു വണങ്ങി. മഹാരാജാവ് പറയുന്നു, ശാന്തം ശാന്തം ശാന്തം. എല്ലാവരും അതാത് ഇരിപ്പിടങ്ങൾ നിമിഷങ്ങൾ കഴിഞ്ഞു. പടയാളി വിളിച്ചു പറയുകയാണ്, പ്രിയമുള്ളവരെ, ഇന്ന് ഈ സദസ്സിൽ മഹാരാജാവിന്റെ മുന്നിൽ എന്ത് കലയാണോ അവതരിപ്പിക്കുന്നത് അവർ രംഗത്തേക്ക് വരാം. അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്ന കലാകാരന്മാർ ആരാണെങ്കിലും അവർ വരാം. അതാ കാടും കടലും എല്ലാം വെച്ച് കെട്ടി കുറെ പേര് വരുന്നുണ്ട്. പെണ്ണും ആണും എല്ലാം ചേർന്ന് തിരിപ്പിക്കുന്നു. മഹാരാജാവിനെ ഉള്ളത് തൊട്ടുതൊഴുതു അവരുടെ കലയെ അവതരിപ്പിക്കുക. തെയ്യെന്നും 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 താരോ തൃപ്തിയായില്ല. അടുത്തത് ആരാണ് ഈ രംഗത്ത് അവതരിപ്പിക്കാൻ വരുന്നത്? കലാകാരായാലും കലാകാരികളാണെങ്കിലും